ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് വെച്ചിട്ടൊരു കേക്കാണ്. നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാതെ തന്നെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് തൊട്ട് താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് കൈവച്ചിട്ട് പിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഇതുപോലെ ചെറിയതായിട്ട് ക്യൂബ്സ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വേണം. ഞാനിപ്പോൾ ഒരു ചെറിയൊരു തേങ്ങയുടെ പകുതി മുറിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വേണം. ഇനി നമുക്ക് ആദ്യം ബാറ്റർ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സഡ് ജാറിലോട്ട് ഒരു 3 മുട്ട പൊട്ടിച്ച് വയ്ക്കുകയാണ്. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാമെന്ന പഞ്ചസാരയാണ്. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. മധുരമൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ബ്രെഡിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് പാലാണ്. ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ പാൽ നമുക്ക് ഇതിലോട്ട് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഒത്തിരി അങ്ങ് ലൂസായി പോവരുത്. ഈ ബ്രെഡ് ഒന്ന് കുതിർന്ന് കിട്ടിയാൽ മതി. ഒത്തിരി അങ്ങ് ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് കറക്റ്റായിട്ട് വരില്ല. അതുകൊണ്ട് പാൽ ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ഒഴിക്കുക. പിന്നെ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഏലക്കാപ്പൊടിയാണ്. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ആ മുട്ടയുടെയൊക്കെ മണം മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏലക്കാപ്പൊടിക്ക് പകരം നമുക്ക് വാനില എസൻസും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ അങ്ങ് ഒത്തിരി അങ്ങ് ലൂസായി പോവരുത്. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയും കാഷ്നട്ടും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പാനിലോട്ട് ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലോട്ട് കാഷ്നട്ട് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ കാഷ്നട്ട് ഇവിടെ ആയിട്ടുണ്ട്. നമ്മളിതിലോട്ട് മുന്തിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുന്തിരിയും വറുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് പാനിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ആ സെയിം പാനിലോട്ട് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ അങ്ങനെ ഒത്തിരി അങ്ങ് മൂത്ത് പോവേണ്ട. ജസ്റ്റ് ഒന്ന് ആ തേങ്ങയുടെ ആ വെള്ള കളറൊന്ന് മാറി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ തേങ്ങ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കേക്ക് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഏത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററിൽ നിന്നും പകുതി ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിലോട്ട് വറുത്തെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും കാഷ്നട്ടും മുന്തിരി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ബാക്കിയുള്ള ബാറ്റർ തന്നെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ തേങ്ങയും കാഷ്നട്ടും കിസ്മിസും ഇട്ട് കൊടുക്കാം. കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ കുക്കറിൻ്റെ വെയിറ്റൊക്കെ മാറ്റിയിട്ട് വെക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു പാന് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുക്കർ ഇറക്കി വെക്കാം. അല്ലെങ്കിൽ നമുക്ക് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിതൊരു 20-25 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മുടെ കേക്ക് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഈ കുക്കറിൽ നിന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി. അപ്പോൾ ഈ ഒരു കേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാനാണെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ കേക്ക് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസിന് വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വേറെ റെസിപ്പിയുമായിട്ട് കാണാം. അതുവരെ ബൈ. Thank you.